ഗുഡ് ഈവനിങ് എവരിബഡി. എല്ലാവർക്കും സുഖമാണോ? നന്നായി പഠിക്കുന്നുണ്ടല്ലോ അല്ലേ? ഫസ്റ്റ് പീരിയഡ് ക്ലാസ്സുകളൊക്കെ എല്ലാവരും കാണണം. വളരെ മനോഹരമായിട്ടാണ് ക്ലാസ്സുകൾ നടക്കുക. അപ്പോൾ നോട്ട്സൊക്കെ എഴുതി പ്രോബ്ലംസൊക്കെ ചെയ്യണം. ഡൗട്ട്സൊക്കെ വരുമ്പോൾ നിങ്ങൾ ടീച്ചർമാരെ വിളിക്കണം. അപ്പോൾ നിങ്ങൾ 10ാം ക്ലാസ്സിലാണെന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവണം. ആ ഒരു ബോധ്യത്തിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം മുതലേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നല്ല റിസൾട്ട് ലഭിക്കുകയുള്ളൂ. ടെസ്റ്റ് പേപ്പറൊക്കെ അധികം പേര് എഴുതിയിട്ടുണ്ട്, എന്നാൽ കുറച്ച് പേരെങ്കിലും അതിനോട് പോസിറ്റീവായി സഹകരിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ വീണ്ടും ഇതുപോലെ നിങ്ങൾക്കൊരു വീഡിയോയുമായി നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. എല്ലാവരും അതിനോട് പൂർണ്ണമായും സഹകരിക്കുക, നന്നായി പഠിക്കുക. എല്ലാവർക്കും ആശംസകൾ അറിയിക്കുന്നു. ഞാൻ ഇന്ന് 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്ററായ സർക്കിൾസ് ആണ് നിങ്ങൾക്ക് എടുക്കുന്നത്. വൃത്തങ്ങൾ. നമ്മൾ ചെറിയ ക്ലാസ്സുകൾ 8ലും 9ലും ഒക്കെ സർക്കിൾസിനെ കുറിച്ച് വളരെയധികം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഒരു പ്രീവിയസ് നോളജ് നമ്മുടെ മനസ്സിലുണ്ട്. അതിൽ നിന്നുകൊണ്ട് വേണം നമുക്ക് ഈ ചാപ്റ്ററിലേക്ക് കടക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ വൃത്തം വരയ്ക്കാൻ എല്ലാവർക്കും അറിയാം. ജോമെട്രി ബോക്സ് ഉപയോഗിച്ച് നമുക്ക് വൃത്തങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. കോമ്പസ് ഉപയോഗിച്ചാണ് നമ്മൾ വൃത്തങ്ങൾ വരയ്ക്കുന്നത്. വൃത്തത്തിൻ്റെ ഒരു കേന്ദ്രമുണ്ട്, സെൻറ്റർ ഓഫ് ദി സർക്കിൾ. സർക്കിളിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് നമുക്കറിയാം. റേഡിയസ്, ആരം, the line segment joining center and any point on the circle is called its radius. ഒരു വൃത്തകേന്ദ്രവും വൃത്തത്തിലെ ഏതെങ്കിലും ഒരു ബിന്ദുവും തമ്മിൽ യോജിപ്പിക്കുന്ന വരെയാണ് നമ്മൾ റേഡിയസ് എന്ന് പറയുക. The line segment joining center and a point on the circle is called radius. വൃത്തകേന്ദ്രവും വൃത്തത്തിലെ ബിന്ദുവും യോജിപ്പിക്കുന്ന വര. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. വൃത്തം വരയ്ക്കാൻ നമുക്ക് റേഡിയസ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ വൃത്തത്തിൻ്റെ കേന്ദ്രവും വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കളും തമ്മിൽ യോജിപ്പിക്കുന്ന വരെ നമ്മൾ വ്യാസം എന്നാണ് വിളിക്കുക. ഡയമീറ്റർ ഓഫ് ദി സർക്കിൾ. ഡയമീറ്റർ ഇസ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് പാസിംഗ് ത്രൂ ദ സെന്റർ ഇസ് കോൾഡ് ഡയമീറ്റർ. ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി ടു പോയിന്റ്സ് and passing through the center is called diameter. ഇനി റേഡിയസും ഡയമീറ്ററും തമ്മിൽ റിലേഷൻ ഉണ്ട്, നമുക്കറിയാം. റേഡിയസിൻ്റെ 2 times ആണ് ഡയമീറ്റർ. റേഡിയസിൻ്റെ 2 times. ഡയമീറ്റർ ഈസ് 2 times ഓഫ് റേഡിയസ് ആൻഡ് റേഡിയസ് ഈസ് ഹാഫ് ഓഫ് ഇറ്റ്സ് ഡയമീറ്റർ. ആരത്തിൻ്റെ ഇരട്ടിയാണ് വ്യാസം, വ്യാസത്തിൻ്റെ പകുതിയാണ് ആരം. നമുക്കറിയാം വ്യാസം, റേഡിയസ്, ഡയമീറ്റർ ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് സർക്കിളിനെ സംബന്ധിച്ചിടത്തോളം. അടുത്ത് നമ്മൾ പഠിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് കോഡ് അഥവാ ഞാൻ. വാട്ട്സ് എ കോഡ്? കോഡ് ഈസ് എ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points ഓൺ ദി സർക്കിൾ. വൃത്തത്തിലെ ഏതെങ്കിലും രണ്ട് ബിന്ദുക്കൾ യോജിപ്പിച്ച് വരയ്ക്കുന്ന വരയെ നമ്മൾ കോഡ് എന്നാണ് പറയുന്നത്. ദ ലൈൻ സെഗ്മെന്റ് ജോയിനിങ് എനി 2 points ഓൺ ദി സർക്കിൾസ് ആർ കോൾഡ് കോഡ്. നമുക്ക് ഇഷ്ടംപോലെ കോഡുകൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അനേകം ഞാണുകൾ നമുക്ക് വരയ്ക്കാൻ സാധിക്കും. അവയ്ക്കെല്ലാം പല നീളങ്ങളുമായിരിക്കും. അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഏറ്റവും നീളം കൂടിയ ഞാണിന് പറയുന്ന പേര് ഡയമീറ്റർ. ദാറ്റ് മീൻസ് ഡയമീറ്റർ ഇസ് ഓൾസോ എ കോഡ്. വൃത്തകേന്ദ്രത്തിലൂടെ കടന്നു പോകുന്ന ഞാണിനെയാണ് നമ്മൾ വ്യാസം എന്ന് വിളിക്കുക. അതുപോലെ ഒരേ വൃത്തത്തിൻ്റെ ആരങ്ങൾക്കെല്ലാം ഒരേ നീളമായിരിക്കും. അനേക ആരങ്ങൾ നമുക്ക് വരയ്ക്കാനായിട്ട് സാധിക്കും. വ്യാസങ്ങൾ നമുക്ക് അതുപോലെ തന്നെ വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതെല്ലാം നമ്മൾ പഠിച്ചു പോയ കാര്യങ്ങളാണ്. ഇനി നമുക്ക് പാഠപുസ്തകം നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. അത് നമുക്കൊന്ന് പരിചയപ്പെടാം. പുസ്തകത്തിലെ ഫസ്റ്റ് പേജ് ഇങ്ങനെയാണ്. ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യനാണ് വന്നിരിക്കുന്നത്. പാഠപുസ്തകത്തിൽ വന്നിരിക്കുന്ന ചോദ്യം: ഒരു 5 സെൻറ്റിമീറ്റർ നീളമുള്ള 5 സെൻറ്റിമീറ്റർ കർണം വരുന്ന ഒരു മട്ടത്രികോണം വരയ്ക്കാമോ? ക്യാൻ യു ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ഹൈപ്പോട്ടനസ് 5 centimeter? ക്യാൻ യു ഡ്രോ എ റൈറ്റ് ട്രയാങ്കിൾ ഓഫ് ഹൈപ്പോട്ടനസ് 5 centimeter? 5 സെൻറ്റിമീറ്റർ കർണമുള്ള ഒരു മട്ടത്രികോണം വരയ്ക്കാമോ? നമുക്കറിയാം മട്ടത്രികോണം. എന്താണ് റൈറ്റ് ട്രയാങ്കിൾ? ഒരു ത്രികോണത്തിൻ്റെ ഏതെങ്കിലും ഒരു കോൺ 90 ഡിഗ്രി ആയാൽ അതിനെ നമ്മൾ മട്ടത്രികോണം എന്നാണ് വിളിക്കുക. അപ്പം മറ്റ് രണ്ട് കോണുകളുടെ തുക 90 ഡിഗ്രി ആയിരിക്കും.
അപ്പോൾ ഇതെങ്ങനെയായിരിക്കും വരയ്ക്കുക? നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് തന്നിരിക്കുന്ന കർണം വരയ്ക്കുക. കർണം 5 സെൻറ്റിമീറ്റർ നീളത്തിൽ നമ്മളൊരു വര വരയ്ക്കുന്നു. ആ വരയുടെ ഇരുവശങ്ങളിലായി തുക 90 വരുന്ന 2 കോണുകൾ സെറ്റ് ചെയ്താൽ പോരെ. ഒന്നുകൂടി പറയാം. നമ്മുടെ ചോദ്യം ഇതാണ്: ഡ്രോ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വിത്ത് ഹൈപ്പോട്ടനസ് 5 സെൻറ്റിമീറ്റർ. ഫോർ ദാറ്റ് we can draw a line segment of length 5 centimeter and draw 2 angles such a way that the sum of the 2 angles is equal to 90 degree, because sum of the angles of a triangle 180. So one of the angle is already 90 degree and that is opposite of hypotenuse. We know that the angle opposite of hypotenuse is 90 degree. And the other two angles, sum of the other two angles is always 90 degree. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ വരച്ചിരിക്കുന്ന കർണത്തിൻ്റെ ഇരുവശങ്ങളിലായി തുക 90 വരുന്ന 2 ആംഗിൾസ് ഫോം ചെയ്താൽ പോരെ. അപ്പോൾ ഈ രീതി നമുക്ക് വട്ടത്രികോണം വരയ്ക്കാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ലംബവശങ്ങളുടെ നീളം എത്രയായിരുന്നാലും കുഴപ്പമില്ല, അത് നമ്മളിപ്പോൾ വരയ്ക്കുന്നില്ല. അപ്പോൾ ഈ ഹൈപ്പോട്ടനസ് വരയ്ക്കുന്നു. ഈ 2 ആംഗിൾസ് നമ്മൾ സം 90 ഡിഗ്രി വരത്തക്ക രീതിയിൽ നമ്മളിതിനെ വരയ്ക്കുന്നു. അങ്ങനെ നമുക്ക് ഈ ത്രികോണം പൂർത്തിയാക്കാം. അങ്ങനെ നമുക്ക് അനേക ത്രികോണങ്ങൾ വരയ്ക്കാനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മൾ വരയ്ക്കുമ്പോൾ ഇവിടെ കണ്ടോ, ഈ പച്ച വരച്ചിരിക്കുന്നത് ഇത് കർണമാണ്, പൊതുവായിട്ടുള്ള കർണമാണ്. ഇവിടെ നമ്മൾ 2 ആംഗിൾസ് എടുത്തിട്ടുണ്ട്. അത് രണ്ടിൻ്റെയും പ്രത്യേകത എന്താണ്? സം 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മളൊരു കോൺ എടുത്തു. അപ്പോൾ ഇവിടെ 90-ൽ നിന്ന് കുറച്ച് കിട്ടുന്ന ആംഗിൾ ആയിരിക്കും ഇവിടെ എടുക്കുന്നത്. അപ്പോൾ ഈ 2 ആംഗിൾസും കൂടി ചേരുമ്പോൾ നമുക്കൊരു മൂന്നാമത്തെ കോൺ ഓട്ടോമാറ്റിക്കലി എന്തായി മാറും? 90 ഡിഗ്രി ആയിട്ട് മാറും. ഓക്കെ, അങ്ങനെ നമുക്ക് ഇഷ്ടംപോലെ ത്രികോണങ്ങൾ വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന മട്ട ത്രികോണങ്ങളെ വളരെ മനോഹരമായ ഒരു പാറ്റേൺ ആയിട്ട് നമുക്ക് അടുത്ത പേജിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വരയ്ക്കാനായിട്ട് ഈ തത്വം ഉപയോഗിക്കാം. മനസ്സിലായോ? ഈ പച്ച ലൈൻ കാണിച്ചിരിക്കുന്നത് കോമൺ ഹൈപ്പോട്ടനസ് ആണ്. ഈ റെഡ് സ്പോട്ട്സ് എല്ലാം റൈറ്റ് ആംഗിൾസ് ആണ്. ഇതെല്ലാം റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസ് ആണ്. ഉണ്ടാവും. അപ്പോൾ ഈ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ വരയ്ക്കുന്നതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? ഹൈപ്പോട്ടനസിൻ്റെ ഇരുവശങ്ങളിലായി സം 90 വരുന്ന ആംഗിൾസ് വരയ്ക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മുടെ ലൈൻ സെഗ്മെൻറ്റ് 5 സെൻറ്റിമീറ്റർ ഹൈപ്പോട്ടനസ് വരച്ചു. അതിൻ്റെ ഈ വശത്തായിട്ട് ഒരു വശത്തായിട്ട് നമുക്ക് 20 ഡിഗ്രി എടുത്തെന്ന് വിചാരിക്കുക. 20 ഡിഗ്രി. കൺസ്ട്രക്ട് 20 ഡിഗ്രി ഹിയർ ആൻഡ് വാട്ട് വിൽ ബി ദ ആംഗിൾ ഹിയർ? ഇഫ് ഇറ്റ് ഇസ് 20, വാട്ട് അബൌട്ട് ദിസ് വൺ? ദിസ് ഈസ് 70 degree, because sum of these two angles 90 degree. Then suppose this is 30 degree, then this one is 60 degree. Sum of these two 90 degree. So we can construct right angle triangles that will give you a beautiful pattern. Can you draw this? Please try in your notebook. Okay. Then ഇവിടെ ഒരു QR കോഡ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഈ QR കോഡ് സ്കാൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. സ്കാൻ ചെയ്ത് അതിലെ വിവരങ്ങൾ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതുക, പഠിക്കുക. ജിയോജിബ്ര ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്. ജിയോജിബ്ര നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ ഈ ജിയോജിബ്ര ആക്ടിവിറ്റിയും കമ്പ്യൂട്ടർ സൗകര്യമുള്ളവർ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ നമുക്ക് സ്കൂൾ തുറന്നു കഴിയുമ്പോൾ നമുക്ക് ഈ ആക്ടിവിറ്റി ചെയ്ത് നോക്കാവുന്നതാണ്. ഓക്കെ, ഇനി അടുത്ത ഹെഡിങ് കൊടുത്തിരിക്കുന്നു. നോക്കി, റൈറ്റ് ആംഗിൾ ആൻഡ് സർക്കിൾ. ഓക്കെ, AB is the diameter, divides the circle into 2 equal parts. AB is the diameter, divides the circle into 2 equal parts, and P is a point marked on one part of the semicircle. And I joined the endpoints of the diameter and I got now triangle APB. We are going to check what kind of triangle is this, and we want to know the measurement of this angle. We can draw this angle using GeoGebra. Let's check this one. Draw a circle. Draw its diameter. What's diameter? Diameter is a line segment joining circle
joining center and any 2 points on the circle. And here DC is the diameter, and I marked another point. I marked another point E on the circle, and I measured this angle, and this is 90 degree. See, I'm going to move this point to another side. See, look at this, and this is also 90 degree, and this is the diameter, and endpoints of the diameter join with any point on the circle E, and the angle is 90 degree. And I'm going to put this point here. See, here also I got 90 degree. Okay, see the position I changed. അപ്പോൾ ഒരു അർദ്ധവൃത്തത്തിൻ്റെ അല്ലെങ്കിൽ വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ മറ്റൊരു ബിന്ദുവുമായി യോജിപ്പിച്ച് വരച്ചിരിക്കുന്ന ത്രികോണത്തിൻ്റെ മൂന്നാമത്തെ കോണിൻ്റെ അളവ് 90 ഡിഗ്രിയാണ്. ദാറ്റ് മീൻസ് ഇതൊരു മട്ട ത്രികോണമാണ്. അതിന് നമുക്കൊരു കാര്യം മനസ്സിലാക്കാം. അർദ്ധവൃത്തത്തിലെ കോൺ എല്ലായ്പ്പോഴും മട്ടകോണായിരിക്കും. Angle in a semicircle is always 90 degree. This is very important factor. Okay, it's a line segment joining the center and any point on the circle is called its diameter, and the endpoints of the diameter join with any point on the circle, semicircle, makes a triangle, form a triangle, and that triangle will be right angle triangle. Okay, this is very, very important point. Then we can prove this one. How can you prove that angle in a semicircle is 90 degree? Let's see a video now. നമുക്കൊരു വീഡിയോ കാണാം. there is net problem ഉള്ളതുകൊണ്ട് അത് കാണാൻ സാധിക്കുന്നില്ല. ഓക്കെ, ആംഗിൾ ഇൻ എ സെമിസർക്കിൾ ഈസ് 90 ഡിഗ്രി. ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഒരു വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിൻ്റെ ഏതെങ്കിലും ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച് കിട്ടുന്ന കോൺ മട്ടകോണായിരിക്കും. എല്ലായ്പ്പോഴും ഇത് മട്ടകോണായിരിക്കും. നമുക്കത് മാറ്റി നോക്കി കാണാനായിട്ട് സാധിക്കും. കണ്ടോ, അപ്പോൾ ഏത് സ്ഥലത്തേക്ക് വെച്ചാലും ഇപ്പോൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ, ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ് സർക്കിൾ ഏതെങ്കിലും പോയിന്റുമായി യോജിച്ചാൽ ആ ലഭിക്കുന്ന കോണിൻ്റെ അളവ് എപ്പോഴും എന്തായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും, റൈറ്റ് ആംഗിൾ ആയിരിക്കും. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് ആംഗിൾ ഇൻ എ സെമി സർക്കിൾ ഈസ് ഓൾവേസ് 90 degree. And my question is, if this point is the third vertex of this triangle, the triangle formed by the endpoints of the diameter, and the third point is suppose inside the circle, and what about the measurement of the triangle? See, look at this. The endpoints of the diameter, the end point of the diameter is join with another point inside the circle. സെമി സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റുമായിട്ട് ഈ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സിനെ ഞാൻ ജോയിൻ ചെയ്താൽ ഈ ആംഗിൾസ് നോക്കി എത്രയാണെന്ന് നോക്കി വരുന്നത്? ഇതിൻ്റെ ആംഗിൾ എത്രയാണ്? 118.07 ഡിഗ്രി ആവുന്നിരിക്കുന്നത്. ഈ ആംഗിളിൻ്റെ പ്രത്യേകത എന്താ? ദിസ് ഈസ് മോർ ദാൻ 90. What are the angles called?
More than 90 degree angles, obtuse angle. Okay, this is obtuse angle. 90 ഡിഗ്രി കൂടുതലുള്ള കോണുകൾക്ക് പറയുന്ന പേരെന്താണ്? ബൃഹത് കോൺ എന്നാണ് പറയുക. ഞാൻ എൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി നോക്കാവേ. കണ്ടോ, ഇത്തിരി മാറ്റി നോക്കി. അപ്പോൾ എത്ര വന്നിരിക്കുന്നത്? 133.23 ഡിഗ്രി വന്നു. ഉണ്ടോ? അപ്പോൾ ഈ പോയിന്റ് ഞാൻ ഇത്തിരി കൂടി. പക്ഷേ ഉണ്ടോ, ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ ഉള്ളിലുള്ള ഒരു പോയിന്റുമായി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾസ് എല്ലായ്പ്പോഴും എന്തായിരിക്കും നോക്കിയേ? മോർ ദാൻ 90 ഡിഗ്രി. ദിസ് ആംഗിൾ ഈസ് ഒബ്റ്റ്യൂസ്. ക്ലിയർ? ഇത് എവിടെ വേണമെങ്കിലും ഞാൻ മാറ്റി മാറ്റി വെച്ച് നോക്കുന്നുണ്ടോ? ഈ ആംഗിൾ എപ്പോഴും എങ്ങനെയായിരിക്കും? മോർ ദാൻ 90 ഡിഗ്രി ആയിരിക്കും. ഇനി സപ്പോസ് ഈ പോയിന്റ് നമുക്ക് സർക്കിളിന് പുറത്തേക്ക് എവിടെയെങ്കിലും ആക്കിയാലോ? ചെക്ക് ചെയ്ത് നോക്കാം എന്താണ്. പുറത്തേക്ക് വന്നു. എന്താ സംഭവിച്ചെന്ന് നോക്കിയേ? ആംഗിൾ എത്രയാ? 62.46. ഞാൻ ഈ പൊസിഷൻ ഒന്ന് മാറ്റുന്നേ. എത്ര വന്നു? 47.6. ഞാൻ എൻ്റെ പൊസിഷൻ ഇങ്ങോട്ടേക്ക് മാറ്റി. 79 പോയിൻറ്റ്. ഇത് ഇങ്ങോട്ട് മാറ്റി. 62 പോയിൻറ്റ്. ഇതിനെന്താ മനസ്സിലായത്? ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിന് വെളിയിലുള്ളൊരു പോയിന്റുമായി ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്തായിരിക്കും? അക്യൂട്ട് ആംഗിൾ ആയിരിക്കും. ഇത് നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അതുപോലെ നമുക്ക് ഇത് അഗ്രബിന്ദുക്കൾ ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിലെ പോയിന്റുമായി ജോയിൻ ചെയ്താൽ കിട്ടുന്ന ആംഗിൾ എങ്ങനെയായിരിക്കും? ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ്സ് സർക്കിളിൻ്റെ ഉള്ളിലെ പോയിന്റുമായി ജോയിൻ ചെയ്താൽ ആ ആംഗിളിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും? ഡയമീറ്ററിൻ്റെ എൻ പോയിൻറ്റ് സർക്കിളിന് വെളിയിലുള്ള ഒരു പോയിന്റുമായി ജോയിൻ ചെയ്താൽ അതിൻ്റെ മെഷർമെൻറ്റ് എന്തായിരിക്കും ചോദിച്ചാൽ നമുക്ക് അറിയാം. പോയിന്റ്സ് എന്ന് പറഞ്ഞേ. ഇഫ് ദ പോയിന്റ് ഈസ് ഓൺ ദി സർക്കിൾ that is 90 degree. The angle, if the point is outside ആണെങ്കിൽ less than 90 degree. Suppose the point is inside, അകത്താണെങ്കിൽ more than 90 degree. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം, ഇതിൻ്റെ ഡയമീറ്ററിൻ്റെ എൻ പോയിന്റ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന ട്രയാങ്കിളിനെ കുറിച്ചാണ് പറയുക. അപ്പോൾ ഈ പോയിന്റ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഇതിൻ്റെ പ്രോബ്ലംസ് ചെയ്യാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കണം. നമുക്ക് ആ പേജ് നമ്പർ നോക്കാം. പേജ് നമ്പർ നോക്കാം. എങ്ങനെയാണ് അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി എന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റുക? അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി എന്ന് എങ്ങനെ തെളിയിക്കാം? ഇത് നമുക്ക് ജിയോജിബ്ര ഉപയോഗിച്ച് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ജിയോജിബ്ര ഉപയോഗിച്ച് ചെയ്താൽ അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി. ഇതൊരു ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒരു സർക്കിൾ വരയ്ക്കാം. ഇവിടെ ബുക്കും പേപ്പറും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു സർക്കിൾ വരയ്ക്കാം. ഒരു വ്യാസം വരയ്ക്കാം. ഡയമീറ്റർ വൃത്തകേന്ദ്രവും വ്യാസത്തിൻ്റെ അഗ്രബിന്ദുക്കൾ വൃത്തത്തിലെ ഒരു ബിന്ദുവുമായി യോജിപ്പിച്ച ത്രികോണം വരയ്ക്കാം. DEC. ഈ ട്രയാങ്കിളിൻ്റെ പേര് DEC എന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതിനായിട്ട് വൃത്തകേന്ദ്രവും ഇയുമായി ഞാൻ യോജിപ്പിക്കുന്നു. വൃത്തകേന്ദ്രവും ഇയുമായി നമുക്കൊരു ലൈനായിട്ട് യോജിപ്പിക്കാം. അപ്പോൾ എനിക്കിവിടെ 2 ത്രികോണങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്? അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണെന്ന് നമ്മളോട് മെഷർ ചെയ്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതിന് നമുക്കൊരു പ്രൂഫ് കൊടുത്ത് നമുക്ക് തെളിയിക്കാനായിട്ടാണ് പോകുന്നത്. അർദ്ധവൃത്തത്തിലെ കോൺ 90 ഡിഗ്രി ആണെന്ന് തെളിയിക്കുന്നത് എങ്ങനെ? അതിനായിട്ട് നമ്മൾ ഒരു സെമി സർക്കിൾ ഞാൻ വരച്ചു. അതിൻ്റെ ഡയമീറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയമീറ്ററിന് DC എന്ന് പേര് കൊടുത്തു. സർക്കിളിൻ്റെ സെൻറ്റർ A എന്ന് മാർക്ക് ചെയ്തു. സെൻറ്ററും സർക്കിളിൽ ഒരു പോയിന്റുമായിട്ട് ജോയിൻ ചെയ്തു. അപ്പോൾ നമുക്ക് 2 ട്രയാങ്കിൾ കിട്ടിയിട്ടുണ്ട്. ഈ ട്രയാങ്കിളിൽ AD എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കി. AD നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു. AD എന്താണ്? റേഡിയസ് ആണ്, ആരമാണ് അല്ലേ? അതുപോലെ ACയോ? ACയും ആരമല്ലേ? യെസ്. ആൻഡ് AE
എ ഇയും ആരമാണ്? ഇത് 3. AD, AC, AE ആർ ദ റേഡിയൈ ഓഫ് ദി സെയിം സെമി സർക്കിൾ. ഈ സർക്കിളിൻ്റെ 3 ആരങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഈ 3 ആരങ്ങൾക്ക് എന്താ പ്രത്യേകത? ഇവയ്ക്ക് ഒരേ നീളമായിരിക്കും. അങ്ങനെയാണെങ്കിൽ ട്രയാങ്കിൾ ADE, കൺസിഡർ ട്രയാങ്കിൾ ADE. വാട്ട് കൈൻഡ് ഓഫ് ട്രയാങ്കിൾ ഇസ് ദിസ്? എന്ത് പ്രത്യേകത ട്രയാങ്കിളിലുള്ളത്? ഓക്കെ, AD, AE ആർ ദ റേഡിയൈ ഓഫ് ദി സെമി സർക്കിൾ. ഇത് 2 ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു ട്രയാങ്കിളിൻ്റെ പേരെന്താ പറയുക? ഈ ട്രയാങ്കിൾ ഐസോസ്ലസ് ട്രയാങ്കിൾ, സമപാർശ്വ ത്രികോണം എന്ന് പറയും. അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചിട്ടുണ്ട്, ഓർമ്മിക്കുന്നുണ്ടോ? സമപാർശ്വ ത്രികോണത്തിൻ്റെ ബേസ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും, ആണല്ലോ. അപ്പം ഞാൻ ഈ ആംഗിളിന്, അതായത് AED എന്ന ആംഗിളിൽ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. AED എന്ന ആംഗിളിൽ ഞാൻ എക്സ് എന്ന് കൊടുക്കുന്നു. AED എക്സ്. അങ്ങനെയാണ് ഈ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ D, അതും എക്സ് ആയിരിക്കും. ഇനി ഈ ട്രയാങ്കിൾ ACE എന്ന ട്രയാങ്കിളിൽ ഈ പോർഷൻ ഞാൻ Y എന്ന് കൊടുക്കുന്നു. ഏതാണ് ഈ ആംഗിൾ? ഇത് ഏതാണ്? AEC എന്ന ആംഗിളിൽ Y എന്ന് കൊടുത്താൽ ഈ C എന്ന ആംഗിൾ എത്രയായിരിക്കും? അതും Y തന്നെയായിരിക്കും. കാരണം എന്താ? ഈ ത്രികോണം എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ്. ക്ലിയർ ആയോ എല്ലാവർക്കും? ഞാനൊരു സെമി സർക്കിൾ വരച്ചു, ഒരു ഡയമീറ്റർ വരച്ചു, സെൻറ്റർ മാർക്ക് ചെയ്തു, ഡയമീറ്ററിൻ്റെ എൻഡ് പോയിൻറ്റ്സ് സർക്കിളിലെ പോയിൻറ്റുമായി ജോയിൻ ചെയ്ത് എനിക്ക് DEC എന്ന ട്രയാങ്കിൾ കിട്ടി. ഈ ട്രയാങ്കിളിനെ ഞാൻ ഈ പോയിൻറ്റും സെൻറ്ററുമായി യോജിപ്പിച്ചപ്പം 2 ട്രയാങ്കിളായിട്ട് ഭാഗിച്ചു. അതിൽ ഈ ഓരോ ട്രയാങ്കിൾസ് എന്താണ്? ഐസോസ്ലസ് ട്രയാങ്കിളാണ്, സമപാർശ്വ ത്രികോണങ്ങളാണെന്ന് പഠിച്ചു. നമുക്ക് ഈ കോണിനെ, ഈ ചെറിയ കോണിനെ, ഈ എന്ന കോണിനെ 2 പോർഷൻസാണ് തിരിച്ചിട്ടുണ്ട്. അതിലൊരു പോർഷത്തിന് ഒരു പാർട്ടിനെ എക്സ് എന്നും മറ്റേ ഭാഗത്ത് ഞാൻ Y എന്നും കൊടുത്താൽ കോൺ D എന്ന് പറയുന്നത് ഈ കോണിന് തുല്യമായിരിക്കും. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇതും എക്സ് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് Y ആണെങ്കിൽ ഈ കോൺ എന്തായിരിക്കും? Y തന്നെയായിരിക്കും. അങ്ങനെയെങ്കിൽ സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ DEC എന്തായിരിക്കും? സം ഓഫ് ദി ആംഗിൾസ് ഓഫ് ട്രയാങ്കിൾ DEC ഒന്നുകൂടി പറയാം. ആംഗിൾ D is X, ആംഗിൾ C Y എന്ന് കിട്ടി. ആംഗിൾ E എന്ന് പറയുന്നത് എന്തായിരുന്നു? ഇത് എക്സും ഇത് വൈയുമാണ്. അപ്പോൾ ഇതെന്താവും? X plus Y. Is it clear to you? ഒന്നുകൂടി പറയാം. ഇത് എക്സ്, ഇതും എക്സ്, ഇത് Y, ഇതും Y. അങ്ങനെയാണെങ്കിൽ ഈ 3 ആംഗിൾസ് കൂട്ടി എന്ത് കിട്ടും? X plus Y plus X plus Y. That is equal to 2X plus 2Y. Okay, is equal to 180, because sum of the angles is equal to sum of the angles of a triangle is 180. So sum of these angles 2x plus 2y is equal to 180. So x plus y is equal to 90 degree. So we can prove angle in a semicircle is always 90 degree. So 90 degree. Clear ആണെന്ന് വിചാരിക്കുന്നു. ബാക്കി ഭാഗങ്ങൾ ഞാൻ നിങ്ങൾക്ക് അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യേണ്ടതായിട്ടുണ്ട്, ഹോംവർക്ക് ചെയ്യേണ്ടതുണ്ട്. അതുകൊണ്ട് ഞാൻ ആ പാഠഭാഗം ഒന്ന് കാണിക്കാം. ഇവിടെ ഈ പുസ്തകത്തിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. എക്സ് പ്ലസ് വൈ ഇസിക്കൽ ടു പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇനി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇവിടെ കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്കത് നോക്കാം. ഈ ചിത്രം വരയ്ക്കാം. പ്രസൻറ്റേഷനോട് കാണിച്ച സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. പാഠഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ക്ലിയർ ആകും. പ്രോബ്ലം ചെയ്യാനുള്ളതുണ്ട് ഇവിടെ. ഈ എക്സസൈസ് ഈ എക്സസൈസ് നിങ്ങൾക്ക് പൂർത്തിയാക്കാം. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്നെ വിളിക്കണം. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.